കാക്കശ്ശേരിയോ? അതെന്തോന്നാണ്? പുളിശ്ശേരി, എരിശ്ശേരി എന്നീ സദ്യക്ക് വിളമ്പുന്ന പ്രധാന വിഭവം പോലെ എന്തെങ്കിലും വിഭവമാണോ എന്ന് ആദ്യമായി കേൾക്കുന്നവർക്ക് സംശയം തോന്നാം. എന്നാൽ അങ്ങനെയല്ല. കാക്കശ്ശേരി ഭട്ടതിരി എന്ന പേരിൽ പണ്ട് കോഴിക്കോട് രാജാവിൻ്റെ പണ്ഡിത സഭയിൽ ഒരു ആൾ ഉണ്ടായിരുന്നു. ആ കഥയാണ് ഇവിടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അന്ന് കോഴിക്കോട് ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരത്തിൽ ആണ്ടിലൊരിക്കൽ പണ്ഡിത സദസ്സ് നടത്തിയിരുന്നു. അവിടെ പല സ്ഥലങ്ങളിൽ നിന്നും പണ്ഡിതന്മാർ എത്തി ഓരോ വിഷയങ്ങളിൽ വാദപ്രതിവാദം നടത്തുകയും ഇതിൽ ജയിക്കുന്നവർക്ക് കൊട്ടാരത്തിൽ നിന്നും ഓരോ പണക്കിഴിയും വീതം കൊടുത്തിരുന്നു. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെ വാദപ്രതിവാദത്തിനെത്തുന്ന മലയാള ബ്രാഹ്മണരിൽ എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും അറിയാവുന്ന യോഗ്യന്മാർ കുറഞ്ഞു തുടങ്ങുകയും പരദേശങ്ങളിൽ നിന്നും വരുന്ന ബ്രാഹ്മണർ പണക്കിഴികൾ കൊണ്ട് പോവുകയും സമാനമായ പണിക്കിഴികൾ കൊണ്ടുപോവുകയും ചെയ്തു തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്ന ഒരു പരദേശ ബ്രാഹ്മണൻ ഇവിടെ വന്നുകൂടി സമ്മാനങ്ങളെല്ലാം നേടിക്കൊണ്ടു പോവുകയും ഇവിടെയുള്ള മലയാള ബ്രാഹ്മണ പണ്ഡിതരുടെ ഇങ്ങേറ്റം കളിയാക്കുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് വളരെ ദുഃഖമുണ്ടാവുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാവരും കൂടി ഈ ഒരു കാര്യത്തെപ്പറ്റി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ചർച്ച നടത്തുകയും തങ്ങളുടെ നാട്ടിൽ തന്നെ ബുദ്ധിമാനായ ഒരു പുരുഷപ്രജ ജനിക്കുവാൻ വേണ്ടി പല വഴിപാടുകളും നടത്തുകയുണ്ടായി. ഇത് കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ ഇവിടുത്തെ നാട്ടിൽ പ്രസിദ്ധമായ ഒരു ഇല്ലത്ത് ഒരു പുരുഷപ്രജ ഉണ്ടായി. ആ ഇല്ലം ഈ പുരുഷപ്രജ ജനിച്ചതിന് ശേഷം കാക്കശ്ശേരി ഇല്ലം എന്ന പേരിലാണ് അറിയപ്പെടുവാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വേറെ എന്തോ ഒരു പേരായിരുന്നു. ആ പേരൊന്നും ഇവിടെ എന്താണെന്ന് ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ആ ശിശുവാണ് പിന്നീട് കാക്കശ്ശേരി ഭട്ടതിരി എന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിദ്വാനായി തീർന്നത്. കാക്കശ്ശേരി ഭട്ടതിരി ബാല്യത്തിൽ തന്നെ അത്യന്തം ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന് 3 വയസ്സ് പ്രായമായപ്പോൾ തന്നെ അയാളുടെ അച്ഛൻ മരിക്കുകയും ചെയ്തു. പിന്നീട് ഒരു സംവത്സര ദീക്ഷ വേണമല്ലോ. ദീക്ഷക്കാലത്ത് ബലിയിട്ട് പിണ്ടം കൊണ്ട് ചെന്ന് വച്ച് കൈ കൊട്ടുമ്പോൾ പിണ്ടം കുത്തിത്തിന്നാനായി വരുന്ന കാക്കകളെ കണ്ടാൽ തലേദിവസം വന്നിരുന്നവരെയും അല്ലാത്തവരെയും പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ബ്രാഹ്മണ ശിശു തൻ്റെ അമ്മയോട് പറയുക പതിവായിരുന്നു. അദ്ദേഹത്തിന് കാക്കശ്ശേരി എന്ന പേര് സിദ്ധിച്ചത് തന്നെ ഇത് നിമിത്തമാണ്. അതിനു മുമ്പ് ആ ഇല്ലത്തിൻ്റെ പേര് വേറെ എന്തോ ആയിരുന്നു. ഒരിക്കൽ കണ്ട കാക്കയെ വീണ്ടും കണ്ടാൽ അറിയാൻ സാധാരണ മനുഷ്യർക്ക് കഴിയുന്നതല്ലോ. ഈ ശിശുവിന് എന്നാൽ ആ കഴിവുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ സൂക്ഷ്മത എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് സ്പഷ്ടമാവുമല്ലോ. ബ്രാഹ്മണർക്ക് സാധാരണയായി ഉപനയനം നടത്തുന്നത് 8-ാം വയസ്സിലാണ്. എന്നാൽ കുശാഗ്രബുദ്ധിയായിരുന്ന കാക്കശ്ശേരി ഭട്ടതിരിയെ 3-ാം വയസ്സിൽ എഴുത്തിനിരുത്തുകയും 5.5 വയസ്സിൽ ഉപനയിക്കുകയും ചെയ്തു. പിന്നീട് കുറച്ച് ആളുകൾക്കകം മലയാള ബ്രാഹ്മണരുടെ എല്ലാം നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ശക്തൻ തമ്പുരാൻ്റെ ബ്രഹ്മസമാജത്തിൽ പോവുകയും ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി തർക്കിച്ച് ജയിക്കുകയും ചെയ്തു. ഒടുവിൽ ശക്തൻ തമ്പുരാൻ തന്നെ ഉദ്ദണ്ഡ ശാസ്ത്രികളോട് കാക്കശ്ശേരി ഭട്ടതിരിയോടും കൂടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു: രഘുവംശം കാവ്യത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന് അധികം അർത്ഥം പറയുന്ന നിങ്ങളിലാരോ അവർ ജയിച്ചു എന്ന് തീർച്ചപ്പെടുത്തിയേക്കാം എന്നും പറഞ്ഞു. ഉദ്ദണ്ഡ ശാസ്ത്രികൾ ആ ശ്ലോകത്തിന് അർത്ഥം പറയുന്നത് പോലെ മറ്റാരും തന്നെ പറയുകയില്ലെന്ന് ശക്തൻ തമ്പുരാൻ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വ്യവസ്ഥ വച്ചത്. പക്ഷേ ഈ വിഷയത്തിൽ കാക്കശ്ശേരി ഭട്ടതിരി വിജയിക്കുകയും ചെയ്തു. ഉദ്ദണ്ഡശാസ്ത്രികളെയും കൂട്ടാളികളെയും കാക്കശ്ശേരി തോൽപ്പിച്ചതിൽ എല്ലാ മലയാള ബ്രാഹ്മണർക്കും സന്തോഷമാണ് ഉണ്ടായത്. ഈ സംഭവത്തിന് ശേഷം മഹാരാജാവിൽ നിന്നും സ്ഥിരമായി പണക്കിഴികൾ വാങ്ങുന്ന ആൾ ബാലനായ കാക്കശ്ശേരി ഭട്ടതിരിയായി തീരുകയും ചെയ്തു. കാക്കശ്ശേരി ഭട്ടതിരിക്ക് തീണ്ടലെന്നും
തൊടിയിലെന്നും മറ്റുമുള്ള കാര്യങ്ങളിൽ അല്പം പോലും വിശ്വാസമില്ലായിരുന്നു. താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും കൂടുന്ന ചടങ്ങുകളിലെല്ലാം ഇദ്ദേഹം പോവുകയും അവിടെ നിന്നെല്ലാം ഭക്ഷണപാനീയങ്ങൾ വാങ്ങിച്ചു കുടിക്കുകയും തിന്നുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം മറ്റുള്ള ബ്രാഹ്മണർ ഇദ്ദേഹത്തെ ജാതിയിൽ നിന്നും പുറത്താക്കാൻ നോക്കിയെങ്കിലും അവരുടെ ശ്രമമൊന്നും വിജയിച്ചില്ല. എന്ന് മാത്രവുമല്ല, ആർക്കും തന്നെ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ഈ വിഷയത്തെപ്പറ്റി ചോദിക്കാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. മലയാള ബ്രാഹ്മണർക്ക് താനുമായി ഈ ഒരു വിഷയത്തിൽ വിയോജിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ കാക്കശ്ശേരി ഭട്ടതിരി കുറച്ചു നാളുകൾക്ക് ശേഷം ആരോടും പറയാതെ ആ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തെപ്പറ്റി തന്നെ ആർക്കും തന്നെ ഒരു വിവരം ഉണ്ടായിട്ടുമില്ല. ആരും തന്നെ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. ഇതാണ് കഥ. ഞാൻ ഈ ചാനലിൽ നിന്ന് ഇതുവരെ ഇട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതെല്ലാം സശ്രദ്ധം കാണുക, സബ്സ്ക്രൈബ്, ലൈക്ക് എന്നിവ ചെയ്യുക. ഇനിയും ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ ഇടുന്നുണ്ട്. ഇതിനിടയ്ക്ക് മഹാന്മാരുടെ വീഡിയോയും ഇടും. ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം.